അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ സാധനം മോളും ഉണ്ട് കേട്ടോ കൂടെ. ഇതാ നമ്മൾ സുന്ദരി മോളും ഉണ്ട് കൂടെ. അപ്പോൾ ഇന്ന് നമ്മളെ മേലോർത്തേക്കൊക്കെ കയറിയിട്ട് ഒരു സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഞാൻ അപ്പോൾ വീഡിയോ എടുക്കാമെന്നും കൂടി വിചാരിച്ച് ഇവിടെ അടുത്തുള്ളൊരു കല്യാണത്തിന് പോയപ്പോൾ ഞാനിവിടെ ഉള്ള താനെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ താൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ഈ ഭാഗത്തേക്ക് വരണ്ടായി അത്യാവശ്യം. അപ്പോൾ ഞാൻ ഇവിടെ നല്ല സ്ഥലമൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കണം. അപ്പോൾ മഴയാവുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാഞ്ഞത്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിനൊരു ദിവസം കിട്ടിയത്. അപ്പോൾ ഇവിടെ റബ്ബർ തോട്ടവും ഇവിടെ നിന്നാൽ അപ്പുറത്ത് കുന്നും മലയൊക്കെ കാണാൻ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. അപ്പോൾ എനിക്ക് സ്ഥലം നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് വീടിൻ്റെ അകത്തിരുന്നിട്ട് ഷൂട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഇന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നല്ല പച്ചപ്പും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇവിടെ നടന്നാണ്ട് വീഡിയോ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് കാണാനില്ല റബ്ബർ തോട്ടം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ താഴത്തൊക്കെ വീടുണ്ട്. പക്ഷെ അവരൊന്നും ഞാൻ അറിയില്ല കേട്ടോ. കാലക്രമേണൊക്കെ എല്ലാവരും പരിചയപ്പെടും. അപ്പം അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയിട്ടൊക്കെ വീടുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ് കാണാൻ. അപ്പോൾ ഈ റോഡിൻ്റെ അങ്ങേ തലക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ സനമോളുള്ള കാരണം അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോണാട്ട് എന്ന് അറിയുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് വഴക്കൂടുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ വഴിയെ പോണവരൊക്കെ പെടണ്ടെന്ന് വിചാരിച്ചിട്ട് അതും ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഇന്നിങ്ങനെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. എന്നുണ്ടല്ലേ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ മോന് ഉറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് കാണാൻ ബാക്കിൽ നോക്കിയാൽ നല്ല രസമല്ലേ കാണാൻ. താഴെ അങ്ങോട്ട് താഴ്ചയാണ് കേട്ടോ. ഇവിടെ എന്തോ സ്ഥലം അവിടെ താഴെ കുണ്ടയിലോ അങ്ങനെ എന്തോ പറയും അവിടെ സ്ഥലത്തിന്. നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ ഓരോരുത്തരെ റബ്ബറും തോട്ടമാണ്. അപ്പോൾ കാണുമ്പോൾ നല്ല രസം. ഇങ്ങനെ നടന്ന് കാണാൻ നല്ല രസമാണ്. അതങ്ങനെ സമയം പോക്കിനൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്യാം. എല്ലാവരും പരിചയപ്പെടുകയും ചെയ്യാം. അവൾക്കാണെങ്കിൽ എങ്ങോട്ടെങ്കിലൊക്കെ പോണതും ആരെങ്കിലൊക്കെ കണ്ടാൽ സംസാരിച്ച് പിന്നാലെ തോന്നും. അങ്ങനെയുള്ളൊരു മോളാണ്. പെട്ടെന്ന് എല്ലാവരും പരിചയപ്പെട്ടു. അപ്പോൾ തന്നെ ഒരു ആദ്യം കൂടെ തോട്ടിയൊക്കെ ആയിട്ട് പോകണ്ടായിരുന്നു. ആ താൻ്റെ പിന്നാലെ പോവാനുള്ള ഒരുക്കത്തിലായിരുന്നു അവൾ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കണ്ടേ പറഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു. വാ വീഡിയോ എടുക്കാൻ വയ്യോ പറഞ്ഞപ്പോൾ പിന്നാലെ വന്നിട്ടോ. പിന്നെ ഇവിടെയൊക്കെ നിറയെ വീടുകളുണ്ട്. ഒരുപാട് വീടുകളുണ്ട്. ഇതാ കണ്ടോ അവർക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാനുള്ള സ്ഥലമാണ് കേട്ടോ റബ്ബർ തോട്ടത്തേക്ക്. ഈ കാണുന്ന വഴി അതാണ്ട് താഴെ വരെ ഉണ്ട് കേട്ടോ ഈ റോഡ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോകണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ പരിചയമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനങ്ങ് ഇറങ്ങിപ്പോയില്ല. പിന്നെ അങ്ങ് പോയി അവിടെ നിന്ന് തിരിച്ച് കയറുമ്പോഴത്തേന് ടൈം മാത്രമാവും. എനിക്ക് ഒന്നാമത്തെ ഇറക്കമൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ച് കയറാൻ വയ്യ. അല്ലെങ്കിൽ ഞാൻ അങ്ങൊക്കെ പോയി വെച്ചിരുന്നു. നല്ല ഇഷ്ടമാണ് ഇതൊക്കെ. ഇത് ഫുള്ള് ഈ ഏരിയ റബ്ബറും തോട്ടം തന്നെയാണ് കാണാനുള്ളത്. ഇനി ഇവിടെ അങ്ങോട്ടൊക്കെ കയറി പോയാൽ എനിക്കറിയില്ല, പരിചയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ കയറി പോയി കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കാണാൻ. ഈ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അപ്പുറത്ത് കുന്ന് കാണാൻ പറ്റും. മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴയൊക്കെ തുള്ളിയിടുന്നുണ്ട്. കുറേശ്ശെ മഴച്ചാറിലൊക്കെ ഉണ്ട്. മഴയുടെ ഒരു ലക്ഷണമൊക്കെ കാണാനുണ്ട് കേട്ടോ. എൻ്റെ കണ്ണിലേക്ക് ഫോണിനൊക്കെ മഴത്തുള്ളി വന്ന് വീഴുന്നുണ്ട്. ഇത് കുറച്ച് അങ്ങോട്ട് പോയാൽ ചെറിയൊരു ചായക്കടയും ഇവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. തൽക്കാലം ഇപ്പം ഞാൻ അങ്ങോട്ട് പോകണില്ല.
അപ്പോൾ 6-7 മിനിറ്റ് ഇപ്പം തന്നെ വീഡിയോ ആയിട്ടുണ്ട്. ഇനി അങ്ങനെ തിരിച്ച് പോരുന്നുണ്ട്. മഴയൊക്കെ ചാറുന്നുണ്ട്, കുറേശ്ശെ മഴത്തുള്ളിയുണ്ട്. അപ്പം ഞാൻ തിരിച്ച് പോരാനുള്ള ഒരുക്കത്തിൽ തിരിച്ച് പോരാൻ കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഇത് കാണുമ്പോൾ അതൊരു ഇഷ്ടം ഉണ്ടാവും അല്ലേ. അപ്പോൾ എങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു പോരുകയാണ്. ഇതാ നമ്മൾ സുന്ദരി മോളും ഉണ്ട്. അവൾക്ക് എങ്ങോട്ടേലും ഇറങ്ങുക, അങ്ങനെ നടക്കാൻ പോവുക ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എന്നെ വലിച്ചോണ്ട് പോകുന്നുണ്ട്. വേഗം ഇറങ്ങി പുറപ്പെട്ട് വന്നത്. അങ്ങോട്ട് റോഡുണ്ട് കേട്ടോ, അങ്ങോട്ട് ഇറങ്ങി പോയാൽ നല്ല രസമാണ് കാണാൻ. പക്ഷെ അങ്ങോട്ടൊന്നും പോകാനുള്ള ടൈമില്ല. വൈകുന്നേരം അതിന് മഴയൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ തിരിച്ചു വരികയാണ്. മോനെ ഉറങ്ങിയിരുന്നു. മോനെ എണീറ്റോ ഇല്ലയെന്ന് അതും അറിയില്ല. അവനുള്ള ചായയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പിന്നെ പോകുന്നത്. അവനെ എണീറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ട് അലറി വിളിക്കാൻ തുടങ്ങും. നല്ല വൃത്തിയുണ്ടല്ലേ, ഒരു കച്ചറ കാര്യങ്ങളോ ഒന്നുമില്ല റബ്ബർ തോട്ടം കാണാൻ. ഇനിയിപ്പോൾ കാക്കാച്ചികളെ സൗമ്യയാണ്. കാക്കകളെ ആർപ്പ് കേൾക്കട്ട. ഇവിടെ മരത്തിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും. ഈ നേരം ഉണ്ടായാൽ ഓരോ മരത്തിൻ്റെ മുകളിൽ നിന്ന് അപ്പുറത്തോട്ട് പറന്ന് പറന്ന് കളിക്കുന്നുണ്ടാവും കാക്കകൾ. ഇവിടെ നല്ലോണം കാക്കകളുണ്ട്. വൈകുന്നേരം ഉണ്ടായാൽ കാക്കകളെ ആർപ്പന്നെ കാണാം, നല്ല ഉണ്ട്. അപ്പം ഞാനിങ്ങനെ നടന്ന് പോരുകയാണ് കേട്ടോ റോട്ടിൽ കൂടെ. പിന്നെ മഴയൊക്കെ വരുമ്പോഴത്തേന് പോരട്ടെ. കയ്യിൽ കൊടൊന്നും എടുത്തിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങോട്ട് പോവുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സനമോള്. എന്താ കാണുന്നില്ല, നല്ല രസമുണ്ട് കാണാൻ. ഏതോ ഒരു വീട് കാണുന്നില്ലേ, അവിടെ താഴെയൊക്കെ ഉണ്ടിലേക്ക്. അവർക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങി പോകാൻ നല്ല പാടാവല്ലേ. ഇപ്പോൾ റബ്ബർ വെട്ടുന്നവർ താമസിക്കുന്ന വീട് തന്നെ ആയിരിക്കും. ആരുടെ വീടാണെന്നൊന്നും എനിക്കറിയില്ല. ഞാനിവിടെ ഒന്ന് പരിചയമുണ്ടോ. ഇതാ കണ്ട, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ കുന്നും മലയൊക്കെ കാണുന്നുണ്ടോന്നല്ലേ. ഇതാ കാണുന്നുണ്ടോ, ഈ ഉയരത്തുനിന്ന് ആ ഉയരത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ. അപ്പം ഞാനിനി ഇവിടെ പാറക്കെട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് വെള്ള ടാങ്കാണ് കേട്ടോ, വാട്ടർ അതോറിറ്റിയുടെ വെള്ള ടാങ്കാണെന്ന് തോന്നുന്നു. ഇത് അങ്ങോട്ട് താഴെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന കടയിലെത്തും. ആ റോഡ് അങ്ങോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അപ്പുറത്തെ റോട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ അത്. അപ്പോൾ സനമോളൊരു ഹായ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും. എന്താ കണ്ടോ, ഇവിടെ നിന്ന് കാണില്ല, ഇവിടുന്ന് അപ്പുറത്തെ കുന്നിൻ്റെ അറ്റം കാണാണ്ട്. അത് നല്ലൊരു രസമാണല്ലേ, ഇവിടെ നിന്നിട്ട് അപ്പുറത്ത് ഇങ്ങനെ ഈ ചിത്രം വരച്ച പോലെ ആഘോഷവും കുന്നും കൂടി കാണാൻ. അപ്പോൾ അതൊരു വണ്ടിയൊക്കെ കയറി വരുന്നുണ്ട് അതിൽ കൂടെ. ഞാൻ നേരത്തെ കാണിച്ചു തന്ന റോഡാണ് കേട്ടോ. ഇവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട്. ഞാൻ താമസിക്കണ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കണ അവർക്ക് വേണ്ടിട്ടോ ഈ വീട് പണി നടക്കുന്നത്. അവരുടെ വീടാണത്. വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. കാക്കാച്ചകൾ കണ്ടില്ലേ, ഈ ടൈം ആയാൽ കാക്കകൾ ഇങ്ങനെ പറന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതെന്തിനാന്ന് എനിക്കും അറിയില്ല. ഭയങ്കര ബഹളമായിരിക്കും. എല്ലാ കാക്കകളും കൂടെ കൂട്ടിയിട്ട് അതോ പോണ ഒരു ചങ്ങാതി കേട്ടോ. അതിനെ നിങ്ങൾ കണ്ട ഓർമ്മയുണ്ടോ, കടയിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതാ വരുന്നത്. എന്നെ കണ്ടപ്പോൾ ആൾ വന്നിട്ടോ, എൻ്റെ സൗണ്ട് ഇട്ടപ്പോൾ ആൾ എൻ്റെ കൂടെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്നെ വിടില്ല, എൻ്റെ പിന്നാലെ വരുമോ കക്ഷി. ഇനി കണ്ടതിന് മനസ്സിലായിട്ടോ, നമ്മൾ ഒരു നേരത്തെ അതാ അവിടെ കിടപ്പായി. പിന്നെ ഇതാ കണ്ടോ, കാക്കകൾ തെങ്ങിൻ്റെ മുകളിലും മരങ്ങളുടെ മുകളിലൊക്കെ കൂട്ടമായിട്ട് ഇവരെന്തിനാണ് ഇങ്ങനെ ബഹളം വെച്ചിട്ട് പറക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ അങ്കലവാടി ഉണ്ട് കേട്ടോ, അംഗൻവാടിയാണ്. അങ്കലവാടി ഡോറ് പോയൊക്കെ പൂട്ടിയിട്ടുണ്ട്. ഇപ്പുറത്ത് ഇതാ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് സ്കൂളും ഉണ്ട് കേട്ടോ, ഗവൺമെൻറ് സ്കൂളാണ്.
ഈ സ്കൂളിലാണ് അന്ന് ഇവള് പോയിരുന്നത്. ഇതാ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന വീട് കേട്ടോ. കണ്ടോ, ഓടിട്ടിട്ട് മേലെ തട്ടൊക്കെ ഇട്ട് ഇതാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ പുറകെ വന്നിട്ടുണ്ട്. പുറകെ വന്നിട്ടുണ്ട് ഇവിടെ എത്തി. അപ്പോൾ ഞാൻ താമസിക്കുന്നിടത്ത് അംഗനവാടി ഉണ്ട്, സ്കൂളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.